പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ അങ്ങൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ചില കണക്കുകൾ അങ്ങ് പറഞ്ഞു. അതായത് സ്ത്രീകൾക്കെതിരെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കെന്നാണ് പറഞ്ഞത്. അങ്ങേക്ക് മാത്രം കിട്ടിയ കണക്കാണോ ഇത്? സഹോദര, ഇന്നലെ ഇടുക്കിയിലെ കണ്ടായിരുന്നല്ല, കേരളത്തിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. പെൺകുട്ടിയെ ഭീകരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് നിങ്ങളുടെ പോലീസ് അയാളെ വെറുതെ വിട്ട് കേസ് വിട്ടുപോയിട്ട് അയാൾ അച്ഛൻ്റെ അനിയനെ കുത്തിയിരിക്കുന്നു. ക്രൈം ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. നിങ്ങൾ ഇങ്ങോട്ട് വ്യാജ കണക്കുമായിട്ട് വരണ്ട. നിങ്ങൾ AKG സെന്ററിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വ്യാജ കണക്കുകളല്ല. കേരളത്തിൽ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു എന്നുള്ള ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു വസ്തുതയാണ്. കൊച്ചുകുട്ടികൾക്കെതിരെ, പ്രായമായവർക്കെതിരെ, 80-90 കഴിഞ്ഞവർക്കെതിരെ പോലും അതിഭീകരമായ കുറ്റകൃത്യങ്ങളാണ്. ഈ കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് വീണ്ടും ഒരു അന്യസംസ്ഥാന തൊഴിലാളി വീണ്ടും നമ്മുടെ ഒരു പെൺകുട്ടിയെ അതിഭീകരമായ ബലാത്സംഗം. വേറെ എവിടെയാ റിപ്പോർട്ട് ചെയ്തത്? അങ്ങ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഇല്ല, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണെന്ന്. അങ്ങനെ ഒരു കണക്കുണ്ടോ? കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ഞാനത് എവിടെ വേണമെങ്കിലും പറയും, ഇനിയും പറയും. നിങ്ങൾക്ക് സൗകര്യം. സുരേന്ദ്രൻജി, ഞാൻ ഈ സംഭവങ്ങളല്ല ചോദിക്കുന്നത്. അങ്ങ് പ്രധാനമന്ത്രിയുടെ നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കില്ല. കേരളത്തിലെ ജനസംഖ്യ, കേരളത്തിൽ 3.5-4 കോടി ജനങ്ങളെ ഉള്ളൂ. ഞാൻ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ഇവിടുത്തെ ജനസംഖ്യ അനുപാതം അനുസരിച്ച് ഇവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും കൂടുതലാണ്. എസ്പെഷ്യലി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ. ഇവിടുത്തെ എല്ലാവർക്കും അങ്ങ് പറഞ്ഞ മറുപടി ഓക്കെ. പക്ഷേ ഈ പറഞ്ഞ കണക്ക് അങ്ങയുടെ കൈവശമുണ്ടോ എന്നാണ് ചോദ്യം. അതിന് മറുപടി ഉണ്ടോ? ഇല്ല, ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ ഒരു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുണ്ടെന്ന് പറയുന്നു. ആ കണക്കുണ്ടോ എന്നല്ലേ ചോദ്യം? ഇല്ല, അങ്ങനെയല്ല. ആ ചോദ്യം റിലവന്റ് അല്ലേ? അങ്ങേക്ക് ഉത്തരവില്ലെങ്കിൽ ഉത്തരവില്ല എന്ന് പറയാം. പക്ഷെ ഇല്ല, അങ്ങനെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഒരു കണക്ക് അങ്ങനെ സുരേന്ദ്രജി അങ്ങനെയല്ല. ഞാൻ താങ്കളോട് വളരെ വ്യക്തമായ ഒരു ചോദ്യം ചോദിച്ചു. അങ്ങ് പ്രധാനമന്ത്രിയുടെ വേദിയിൽ പ്രസംഗിച്ച അങ്ങക്ക് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാം. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും അങ്ങനെ ഒരു കണക്കുണ്ടോ? സുരേന്ദ്രജി, അങ്ങനെ ഒരു കണക്കുണ്ടോ? അങ്ങനെ ഒരു കണക്ക് അങ്ങയുടെ കൈവശമുണ്ടോ? ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് നിങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേറെ സുരേന്ദ്രജി, ബാലിശ്യമല്ല. അങ്ങ് പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ അങ്ങനെ ഒരു കണക്ക് ഉദ്ധരിച്ചിട്ട് എന്റെ ചോദ്യം എങ്ങനെ ബാലിശ്യമാകുന്നു സുരേന്ദ്രജി? അതിന് ഉത്തരവുണ്ടോ സുരേന്ദ്രജിക്ക്? ഉത്തരവില്ല. ഞാൻ ദേശാഭിമാനിക്ക് കൈരളിയും ചോദിക്കുന്ന 100 ചോദ്യത്തിന് ഉത്തരം പറയാൻ വന്നതല്ല. ഞാൻ ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ അങ്ങയോട്. അങ്ങനെ ഒരു കണക്കുണ്ടോ എന്ന്. ഉത്തരവുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രക്ഷേപണം ചെയ്താൽ വേറെ എന്തെങ്കിലും പറയണം.